ഹലോ മക്കളെ, അൻവസാറാണ് കൂടെ ഉള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട 4 മാർക്കിൻ്റെ ചോദ്യവുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. ചാപ്റ്റർ നിങ്ങൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ജിയോമെട്രി ആൻഡ് ആൾജിബ്ര അഥവാ ജ്യാമിതിയും ബീജഗണിതവും വളരെ രസകരമായ ഒരു ചാപ്റ്ററാണ്. ആർക്കും പെട്ടെന്ന് ഹൃദ്യസ്ഥമാക്കാൻ പറ്റിയ ഒരു ചാപ്റ്ററാണ്. ഒരുപാട് ഇക്വേഷൻസുകളൊക്കെ ഉണ്ടെങ്കിലും പെട്ടെന്നൊരു കോമൺ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സ്കോർ ചെയ്യാൻ പറ്റിയ സാധനമാണ്. ഇങ്ങനെ നോക്കിയാൽ മാർക്കായി ആ സാധനമാണ്. പക്ഷേ കോണ്ടന്റ് വേണം, +1 +2 വേണ്ട സാധനമാണ്. എനിവേ നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് വരികയാണ്. M is the midpoint. M is the point of intersection of the diagonals of parallelogram ABCD A21 B103 D47. Write the coordinates of the following points M Z. സാമാന്തരികം ABCDയുടെ വികരണങ്ങൾ മുറിച്ച് കിടക്കുന്ന ബിന്ദുവാണ് M. കാണുന്നുണ്ടാവും നിങ്ങൾ. A21 ആണ്, B103 ആണ്, D47 ആണ്. താഴെ കൊടുത്തിരിക്കുന്ന ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കാം. ആദ്യം M ആണ്. M സിമ്പിൾ അല്ലടാ, സിമ്പിൾ അല്ലേ? നന്നായിട്ട് നോക്കടാ, ഈസി. M ആണ് എന്താണ്? മിഡ് പോയിന്റ് ആണെന്ന് പറഞ്ഞു. M is the point of intersection of the diagonal. മിഡ് പോയിന്റ് അത് പറഞ്ഞിട്ടില്ല അല്ലേ? പക്ഷെ മിഡ് പോയിന്റ് ആണ് പറഞ്ഞിട്ടില്ലെങ്കിലും പാരലോഗ്രാം നമ്മൾ പഠിക്കുന്നുണ്ട്. ഡയഗണൽസ് ബൈസെക്ട്സ് ഈച്ച് അതർ. വികരണങ്ങൾ തുല്യമായി സമഭാഗം ചെയ്യുന്നു. വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അപ്പോൾ ഇത് മിഡ് പോയിന്റ് ആണ്. അപ്പോൾ മിഡ് പോയിന്റ് കിട്ടാൻ A ക്വസ്റ്റിൻ്റെ ഉത്തരം ഇതാ സാർ എഴുതുന്നു. സിമ്പിൾ കോൺസെപ്റ്റ് എന്താണ്? പറഞ്ഞോളൂ. എക്സും എക്സും കൂട്ടുക, പകുതി എടുക്കുക. 4ഉം 10ഉം കൂട്ടിയാൽ 14, 14ൻ്റെ പകുതി 7. ഈസി. 7ഉം 3ഉം കൂട്ടുക 10, 10ൻ്റെ പകുതി 5, 7, 5. വെരി ഈസി. കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട, ഈസി ആയിട്ട് ചെയ്യാം. എക്സും എക്സും കൂട്ടുക, പകുതി എടുക്കുക. വൈയും കൂട്ടുക, പകുതി എടുക്കുക. മിഡ് പോയിന്റ്. അല്ലാതെ ഇക്വേഷൻ ആക്കി x1 + x2/2, y1 + y2/2 എന്നൊന്നും പറഞ്ഞ് പോക്കറ്റിലൊന്നും പോക്കറ്റിൽ കോപ്പി ചെയ്തൊന്നും പോകേണ്ട ആവശ്യമില്ല. എക്സും എക്സും കൂട്ടുക, പകുതി എടുക്കുക. വൈയും കൂട്ടുക, പകുതി എടുക്കുക. മിഡ് പോയിന്റ് ആടാ. ഏത് റോട്ടുമെന്ന് കണ്ടാലും പറയാൻ പറ്റും. ഇങ്ങനെ പഠിച്ചു വെക്ക്. ഇതാണ് മാത്സ്. ഈസി. ഓക്കെ, ബി ക്വസ്റ്റ്യൻ സി എന്ന് പറയുന്ന പോയിന്റ്. എവിടെ സി? ഇതാണ് സി. പാരലോഗ്രാമിൻ്റെ ഒരു 3rd വെർട്ടെക്സ് അല്ലെങ്കിൽ 4th വെർട്ടെക്സ് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? എക്സും എക്സും കൂട്ടുക, എക്സ് കുറയ്ക്കുക. ഇക്വേഷൻ പഠിക്കരുത് പ്ലീസ്. എക്സും എക്സും കൂട്ടുക, എക്സ് കുറയ്ക്കുക. വൈയും കൂട്ടുക, വൈന്ന് കുറയ്ക്കുക. ആൻസറായി. ഇക്വേഷൻ പഠിക്കണോ? x1 + x2 - x3, y1 + y2 - y3. ഇത്ര ഇടങ്ങാറ് കേൾക്കുമ്പോൾ ഇടങ്ങാറാണ്. ഓക്കെ, എക്സും എക്സും കൂട്ടുക, എക്സ് കുറയ്ക്കുക. വൈയും കൂട്ടുക, വൈന്ന് കുറയ്ക്കുക. ഇതുപോലും നിങ്ങൾ പരീക്ഷയ്ക്ക് ചിന്തിക്കരുത്. ഇതാ ഈ ഒരു സൈലൻസാണ് വേണ്ടത് എക്സാം ഹോളിൽ. ദാറ്റ് ഈസ് മാത്തമാറ്റിക്സ്. ഇതാണ് കണക്ക് കൂട്ടൽ എന്ന് പറഞ്ഞാൽ. നാട്ടുകാരെ കേൾപ്പിക്കാനുള്ളതല്ല, മനസ്സിൻ്റെ ഉള്ളിലെ കാൽക്കുലേഷൻ. ജീവിതത്തിലാണെങ്കിലും മാത്സിലാണെങ്കിലും എന്ത് തേങ്ങയിലാണെങ്കിലും. ഓക്കെ, 4ഉം 10ഉം കൂട്ടുക 14, 14ന്ന് 2 കുറയ്ക്കുക 12, 7ഉം 3ഉം കൂട്ടുക 10, 10ന്ന് 1 കുറയ്ക്കുക 9. ഉത്തരം 12, 9. ബി ക്വസ്റ്റിന് ഉത്തരം. നമ്മളിപ്പോൾ 4 മാർക്കിനോ 3 മാർക്കിനോ കിട്ടും. പക്ഷെ 4 മാർക്ക് ഉണ്ടോ ചില കുട്ടികൾ ഡൗട്ടാണ്. നിങ്ങൾ ഒരു വരിയിൽ ഉത്തരം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കണ്ടുപിടിക്കുന്ന അത് ഏത് രീതിയിലാണ് പേപ്പർ നോക്കുന്ന ആൾക്ക് നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എൻ്റെ ഉത്തരം ഒരു വരിയിലേക്ക് ഒതുക്കാൻ പറ്റുന്നത് ഞാൻ പറയും അവനാണ് വിദഗ്ധൻ, അവനാണ് ഇൻ്റലിജൻറ്റ്, അവനാണ് ഉഷാർ കുട്ടി. ഓക്കെ, അപ്പോൾ ഈസി ആയിട്ട് കണ്ടുപിടിക്കുക. മിഡ് പോയിന്റ് ആണ് എക്സും എക്സും കൂട്ടുക, പകുതി. വൈയും കൂട്ടുക, വൈൻ്റെ പകുതി. ഇനിയോ 4th വെർട്ടെക്സ് ആണെങ്കിൽ എക്സും എക്സും കൂട്ടി എക്സിന് കുറയ്ക്കുക. വൈയും കൂട്ടി വൈന്ന് കുറയ്ക്കുക. ഡയഗണലായിട്ട് കേട്ടോ, വികരണമായിട്ട് ഓർത്ത് വെക്കുക. ഈസിയല്ലേ? ട്രിക്കാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ഷോർട്ട് വീഡിയോസിലൂടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 100% പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. താങ്ക് യു സോ മച്ച്.